നമുക്ക് കാസർഗോഡ് എന്തോ വിജയമുള്ളത്? കാസർഗോഡ് ബേക്കൽ ഫെസ്റ്റ് എടുക്കാം. എനിക്ക് തോന്നുന്നത് പ്രജിൻസി കണ്ണായിരിക്കും ബേക്കൽ ഫെസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഒരു കണ്ണൂർകാരൻ. അതെ, മാത്രമല്ല കാസർഗോഡുകാരൻ നമ്മുടെ സനൂപ് PCR പ്രത്യേകിച്ച് കാസർഗോഡ് സനൂപ് ഒരു PCR പ്രൊഡ്യൂസർ ഉണ്ട്. ആള് കുഴപ്പക്കാരനാണ്, മാത്രമല്ല സനൂപിന്റെ നാടാണേ. മാത്രമല്ല വല്ലാത്ത കാൽപ്പനിക ഭാവം PCR പോലും കൊണ്ടുവന്ന ഒരു അപാര സൃഷ്ടിയാണ്. ബേക്കൽ ഫോർട്ടിൽ അവിടെ ബേക്കൽ ഫെസ്റ്റ് നടക്കുകയാണ് ഇന്ന്. നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ച് ബേക്കൽ കോട്ടയിൽ ഈ ഇടയ്ക്ക് മനീഷ കൊയ്രാളി വന്നു. നമ്മുടെ ഉയരെ എന്ന പാട്ട് പോയായിരുന്നു അവിടെ. ഞാൻ മുമ്പ് ഫാനല്ലേ? അല്ല, ആയിരുന്നു. ഇപ്പോ നമ്മുടെ അരുൺ പാറക്കിലാണ് നമ്മുടെ ബേക്കിൽ നിന്ന് ചേരുന്നത്. അവിടെ ഉറുമി ബാൻഡിന്റെ കിടിലം പെർഫോമൻസ് ആണ് അരുൺ പാറക്കൽ. എന്താണ് നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ബേക്കൽ ഫെസ്റ്റ് അതെ, അവിടെ എനിക്ക് തോന്നുന്നത് ആയിരങ്ങൾ അവിടത്തേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ആ ഫേസ് ആർട്ട് കണ്ടോ? മുഖത്തൊരു ചിത്രമുണ്ട്. ചിത്രം അതേപോലെ തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കലിലാണ്. ഇവിടെ റെഡ് മൂൺ ബീച്ചാണിത്. ഇവിടെയാണ് ബേക്കൽ ഫെസ്റ്റ് നടക്കുന്നത്. ഏകദേശം 29 ഏക്കറോളം സ്ഥലമാണ്. ഈ 29 ഏക്കറോളം സ്ഥലത്താണ് ബേക്കൽ ഫെസ്റ്റ് കഴിഞ്ഞ 20-ാം തീയതി മുതൽ നടക്കുന്നത്. ഇന്നിപ്പോൾ സമാപന സമ്മേളനമാണ്. ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സാധാരണഗതിയിൽ ഈ പുതുവത്സര ആഘോഷങ്ങളൊക്കെ നടക്കുക. പുതുവത്സര ആഘോഷത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെ, അതായത് പയ്യന്നൂർ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒത്തുചേരുക ഈ ബേക്കൽ ബീച്ചിലാണ്. കഴിഞ്ഞ ദിവസം വേടന്റെ പരിപാടിയിൽ 75,000-നും 1,00,000-നും ഇടയിൽ ആളുകൾ വന്നു എന്നാണ് പ്രാഥമികമായ കണക്ക്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഈ പുതുവത്സര ദിനത്തിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കണക്ക്. 360 പോലീസുകാരാണ് സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സുരക്ഷ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ സമാപന സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം ഉറുമി ബാൻഡിന്റെ സംഗീത വിരുന്നുണ്ടാകും. അതിനുശേഷം ഡിജിറ്റൽ വെടിക്കെട്ടുണ്ടാകും. ആ ഡിജിറ്റൽ വെടിക്കെട്ടിനോട് ശേഷം 11:45 കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡുകാർ പുതുവത്സരത്തെ ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ആഘോഷമായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഒരു ജൻസി കാലഘട്ടമാണല്ലോ, പക്ഷേ ജൻസിക്കപ്പുറത്തേക്ക് മുതിർന്ന ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വലിയ രീതിയിലുള്ളൊരു ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. വലിയ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ ഒരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ എവിടെ നിന്ന് വരിക? ഞാൻ ഇവിടെ ബേക്കൽ തന്നെയാണ്. എങ്ങനെ ആഘോഷങ്ങളൊക്കെ? അടിപൊളിയാണ്, തകർന്നടി പോകുന്നുണ്ട്. ഇന്ന് അവസാനിക്കുന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. കാസർഗോഡുകാരുടെ ഒരു നല്ലൊരു ഫെസ്റ്റിവലാണ്. ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇത് ആഘോഷിക്കണമെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.